ഹലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോക്ക് മാത്രം എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിരിക്കുന്നതെന്ന്. ഞാൻ നിങ്ങൾക്കൊരു മാജിക് കാണിക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതാണ് ഗൈസ്. മാജിക് ഒന്നും അല്ലടോ, ഞാൻ ഉണ്ടല്ലോ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലേ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെറുതായി ഒന്ന് പാളിപ്പോയായിരുന്നു. അപ്പോൾ അതങ്ങ് അറിയിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആഡ് ആക്കിയതാട്ടോ. ആഫ്റ്റർ എ ലോങ് ടൈം ഓഫ് മൽപ്പിടുത്തം ഫൈനലി ഇറ്റ് സക്സസ് ഗൈസ്. ഈ കുഞ്ഞ് പിന്നി വെച്ച് ഞാൻ ഇത്രയും കട്ടിയുള്ള കുറേ പേജസ് ഞാൻ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്യൂട്ടായിട്ടുള്ള ഒരു എസ്തെറ്റിക് നോട്ട്ബുക്ക് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഞാനിവിടെ A4 ഷീറ്റിലാണ് നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാത്ത ഏതെങ്കിലും ബുക്കിൻ്റെ പേജസ് വെച്ച് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പണി എന്താ അറിയോ, ഈ ബുക്കിൻ്റെ ചട്ട അട്ട എന്നൊക്കെ പറയുമല്ലോ, ആ ഭാഗം ഒന്ന് മെനയാക്കി എടുക്കാമെന്നുള്ള കേട്ടോ. ഇനിയാണ് മക്കളെ ഈ പണി വരാൻ പോകുന്നത്. ഞാൻ കുറച്ചും കൂടി ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ലുക്കൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടേ ഈ ഒരു ബോവിൻ്റെ ഡിസൈനൊക്കെ വരച്ചിട്ട് അങ്ങ് കഷ്ടപ്പെട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സാധനമൊക്കെ ഓരോന്നോരോന്നായി ഈ ഒരു അട്ടയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് വല്ലാത്ത മെനക്കെട്ടൊരു പണിയായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ അനാവശ്യമായിട്ട് പണികൾ വലിച്ചിട്ട പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ, എനിക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെതായി കുറേ കഴിവുകളൊക്കെ ആഡ് ചെയ്തിട്ട് അത് സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്ത് അത് വീണ്ടും ഒന്നും കൂടി മെനയാക്കി എടുത്തിട്ടുണ്ട്. അത് പിങ്ക് കളറിലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ക്യാമറ വളരെ നല്ലപോലെ ക്ലിയറിലുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ.